നോ ഫാപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ കുറച്ച് ദിവസം കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് അത് ബ്രേക്ക് ആവും. എന്നിട്ട് അതേ ലൂപ്പിലേക്ക് നിങ്ങൾ ചില റിലേഷൻഷിപ്പുകൾ കണ്ടിന്യൂസ് ആയിട്ട് ബ്രേക്കപ്പ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ കോർ റീസൺ എന്നുള്ളത് നമുക്ക് രണ്ട് രീതിയിൽ ഏതൊരു കാര്യത്തിനെയും ഫിക്സ് ചെയ്യാം. ഒന്ന്, ലൈഫിൽ ഇതുപോലെ പല പ്രോബ്ലംസ് ഉണ്ടാവുന്ന സമയത്ത് അതിനെ രണ്ട് രീതിയിൽ നമുക്ക് ഫിക്സ് ചെയ്യാം. ഒന്ന് കോർ സൊല്യൂഷൻ എന്ന് പറയും, അതായത് അതിന്റെ വേരിൽ നിന്ന് ഇവിടെ നിന്ന് ഫിക്സ് ചെയ്യുക. ഇതിനെയാണ് കോർ സൊല്യൂഷൻ മേക്കിംഗ് എന്ന് പറയാം. കോർ സൊല്യൂഷൻ മേക്കിംഗ്. മറ്റൊന്ന് ഇവിടെ നിന്നുകൊണ്ട് ബാൻഡ്-എയ്ഡ് സൊല്യൂഷൻ മേക്കിംഗ് എന്ന് പറയും. ഇന്ന് നിങ്ങളുടെ ലൈഫില് ഒരു പ്രോബ്ലം നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇത്തരത്തില് കൺസിസ്റ്റൻസി ഇല്ലായ്മ, ഫോക്കസ് ഇല്ലായ്മ, മറ്റെന്തെങ്കിലും അഡിക്ഷൻസ്, ഒരു ടൈം മാനേജ്മെന്റ് പ്രോപ്പർ അല്ലായ്മ, ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എപ്പോഴും ഈ ബാൻഡ്-എയ്ഡ് സൊല്യൂഷൻ മേക്കിംഗ് ആണ്. ഈ ബാൻഡ്-എയ്ഡ് സൊല്യൂഷൻ മേക്കിങ്ങിന്റെ പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഇതിനുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും, അത് പ്രൊഡക്റ്റീവ് ആയിട്ട് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ സോൾവ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ കുറച്ച് നാള് കഴിയുമ്പോൾ ഇതേ പ്രശ്നം ഇതിനേക്കാളും മോശമായിട്ടുള്ള അവസ്ഥയിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഇതിനെയാണ് ബാൻഡ്-എയ്ഡ് സൊല്യൂഷൻ മേക്കിംഗ് എന്ന് പറയാം. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഫെയിൽ ആവുന്ന ആളുകൾക്ക് കോമൺ ആയിട്ടുള്ള ട്രയറ്റ് ആണ്, അവര് ഈ ബാൻഡ്-എയ്ഡ് സൊല്യൂഷൻ മേക്കിങ്ങിന്റെ പുറകെയാണ് അവർ പോകുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നം അവരുടെ ലൈഫിൽ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ, ഇവർക്ക് ആരെങ്കിലും ഒക്കെ ആയിട്ട് ബന്ധങ്ങൾ നല്ല രീതിയിൽ സൂക്ഷിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇവർക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇവർക്ക് എന്തെങ്കിലും അഡിക്ഷൻസ് മാറ്റണം എന്നുണ്ടെങ്കിൽ അതിന്റെ ടെമ്പററി ആയിട്ടുള്ള സൊല്യൂഷൻസ് ആയിരിക്കും ഇവര് നോക്കിക്കൊണ്ട് പോകുന്നുണ്ടാവുക. പക്ഷേ ഈ കോർ സൊല്യൂഷൻ മേക്കിംഗ് എന്ന് പറയുന്ന സമയത്ത് ഇതിന്റെ പ്രശ്നം കണ്ടെത്താൻ തന്നെ കുറച്ച് ടൈം എന്നുള്ളത് എടുക്കുന്നുണ്ടാവും. കോറിൽ ചെന്നിട്ടുള്ള സൊല്യൂഷൻസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിനുള്ള റിയൽ സൊല്യൂഷൻ എന്നുള്ളത് നമുക്ക് കിട്ടുന്നുണ്ടാവും. പക്ഷെ ആ പ്രോബ്ലം എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ തന്നെ നമുക്ക് കുറച്ച് ടൈം എന്നുള്ളത് എടുക്കുന്നുണ്ടാവും. അതുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യാറില്ല? അയ്യോ, ഇതിന്റെ കോറായിട്ടുള്ള പ്രശ്നം എവിടെയാണ് എന്നുള്ളത് തേടി പോവാറില്ല. സ്മോക്ക് ചെയ്യുക, ബാക്കിയുള്ള വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ പ്രശ്നം വരുന്നു എന്നുള്ള കാര്യമായിരിക്കില്ല അവരിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവുക. തൽക്കാലത്തേക്ക് എന്തെങ്കിലും ചെയ്തിട്ട് ഇതിനെ സോൾവ് ചെയ്ത് പോവുക എന്നുള്ളതായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. അങ്ങനെ കുറച്ച് ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കഴിയുമ്പോൾ ഇതേപോലത്തെ പ്രോബ്ലംസ് വീണ്ടും വരും. നോ ഫാപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ കുറച്ച് ദിവസം കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് അത് ബ്രേക്ക് ആവും. എന്നിട്ട് അതേ ലൂപ്പിലേക്ക് നിങ്ങൾ വീണ്ടും പോകും. അതിന്റെ റീസൺ എന്താണെന്ന് അറിയോ? നിങ്ങൾ ബാൻഡ്-എയ്ഡ് സൊല്യൂഷൻ മേക്കിംഗ് ആണ് നിങ്ങൾ അവിടെ യൂസ് ചെയ്തത്. കോർ സൊല്യൂഷൻ മേക്കിംഗ് എന്നുള്ളത് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണെന്നറിയോ നമ്മൾ ചെയ്യേണ്ടത്? ഇങ്ങനെ കൈ ചൂണ്ടുന്നതിന് പകരം ഇങ്ങോട്ട് കൈ ചൂണ്ടേണ്ടി വരും പല സാഹചര്യങ്ങളിലും. എനിക്ക് എവിടെയാണ് തെറ്റുന്നത്? എന്റെ ചിന്താ രീതിയിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഞാൻ എന്തെങ്കിലും വേറെ എവിടെയെങ്കിലും ഞാൻ കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഇപ്പൊ എന്റെ ഭാഗത്തുനിന്ന് വേറെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ? ഇതിന്റെ ശരിക്കുള്ള സൊല്യൂഷൻ ഇത് തന്നെയാണോ? ഞാൻ ഇത് തന്നെയാണോ ഫിക്സ് ചെയ്യേണ്ടത്? നമ്മളുടെ ചിന്തകളെ തന്നെ നമ്മൾ തന്നെ ചോദ്യം ചെയ്യുക. ഇതിനെയാണ് കോർ സൊല്യൂഷൻ മേക്കിംഗ് എന്ന് പറയാം. അത് കുറച്ച് ടൈം എടുക്കുന്ന, കുറച്ച് എഫേർട്ട് എടുക്കുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ ബ്രെയിന് ബാൻഡ്-എയ്ഡ് സൊല്യൂഷൻ മേക്കിങ്ങിനാണ് ഇത്രയും കാലം ട്രെയിൻഡ് ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ യൂട്യൂബിൽ പോയിട്ടും മറ്റ് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ടിപ്പുകൾ നിങ്ങൾ തേടുന്നത്. ഈ ബാൻഡ്-എയ്ഡ് സൊല്യൂഷൻ മേക്കിങ്ങിന്റെ ഒരു ഐഡന്റിറ്റിയാണ്, ഒരു അടയാളമാണ്. നിങ്ങൾ എപ്പോഴും ഇതിന് എന്ത് ചെയ്യാം, പ്രോപ്പർ ആയിട്ട് കൺസിസ്റ്റൻസി ബിൽഡ് ചെയ്യാനായിട്ട് എനിക്ക് എന്തെങ്കിലും ടിപ്പ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് നിങ്ങൾ പോകുന്നുണ്ടല്ലോ, അത് ഈ ബാൻഡ്-എയ്ഡ് സൊല്യൂഷൻ മേക്കിങ്ങിന്റെ അടയാളമാണ്. നമ്മളുടെ ബ്രെയിൻ കോർ ഏരിയ കണ്ടുപിടിച്ചിട്ട് കോർ സൊല്യൂഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ട്രെയിൻഡ് ആവണം. നമ്മളുടെ ചിന്ത എന്നുള്ളത് ആ രീതിയിൽ വേണം വർക്ക് ചെയ്യാൻ.
അപ്പോ ഇപ്പൊ എന്റെ മുന്നിൽ ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും, എന്താണ് ഇതിന്റെ കോർ റീസൺ എന്തായിരിക്കും? എനിക്ക് എന്റെ ചില റിലേഷൻഷിപ്പുകൾ കണ്ടിന്യൂസ് ആയിട്ട് ബ്രേക്കപ്പ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ കോർ റീസൺ എന്നുള്ളത് എന്തായിരിക്കും? ആ സമയത്ത് അവരോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് അത് സോൾവ് ചെയ്ത് പോവാന്നുള്ളതല്ല. കോർ റീസൺ എന്താണ്? എവിടെയാണ് എനിക്ക് തെറ്റുന്നത്? എന്റെ ഭാഗത്ത് എന്തൊക്കെ തെറ്റുണ്ട്? ഈ കാര്യങ്ങൾ തിങ്ക് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഒരു സൊല്യൂഷൻ എന്നുള്ളത് മേക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ എന്നുള്ളത് വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ബാൻഡ് എയ്ഡ് സൊല്യൂഷൻ മേക്കിംഗ് എന്നുള്ള രീതി അല്ല നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. കോർ സൊല്യൂഷൻ മേക്കിംഗ് എന്നുള്ളതാണ്. കോർ സൊല്യൂഷൻ മേക്കിംഗ് ആയിട്ട് വരുന്ന സമയത്ത് അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സായിട്ടൊക്കെ നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്നാലും അതിൽ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഹായ് ബ്രോ, ഈ വീഡിയോ എന്നുള്ളത് എൻ്റെ ആവുകയാണ്. പക്ഷെ നിങ്ങൾ ഇതിനു മുൻപും ഇതുപോലത്തെ നോഫാപ്പിന്റെയും എങ്ങനെ ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യാം എന്നുള്ളതിന്റെയൊക്കെ വീഡിയോസ് ഒരുപാട് യൂട്യൂബിൽ തന്നെ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വരാത്തതിന്റെ കാരണം നിങ്ങൾക്ക് അതിന് വേണ്ട തരത്തിലുള്ള ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ട്രെയിനിങ് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ കണ്ട ഈ ഒരു പോർഷൻ എന്നുള്ളത് ഞാൻ അങ്ങനെ നൽകി വരുന്ന ട്രെയിനിങ്ങിന്റെ ഒരു ചെറിയ പോർഷൻ മാത്രമാണ്. നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങളെ അഡിക്ഷനിൽ നിന്ന് മാറ്റാനും ഡിസിപ്ലിൻഡ് ആവാനും ഫോക്കസ്ഡ് ആവാനും വേണ്ട ഇൻഡെപ്ത് ട്രെയിനിങ് ആയിരിക്കും ഞാൻ നൽകുന്നുണ്ടാവുന്നത്. 2026 നിങ്ങളുടെ ഇയർ ആക്കി മാറ്റണമെന്ന് അത്രയും സീരിയസ് ആയി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും ആയിട്ട് കോൺടാക്ട് ഡീറ്റെയിൽസ് നൽകുന്നുണ്ട്.